ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജേണി വിത്ത് ലിയോ. ഇന്നൊരു കല്യാണ ദിവസമാണ്. ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഇന്ന്. കാരണം കല്യാണമുള്ള ആളെന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയാണോ, ഫ്രണ്ടാണോ, അല്ലെങ്കിൽ നൈബറാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതെല്ലാം കൂടി ആയിട്ടുള്ള ആണ് ഞങ്ങളെ പൊന്നു. ചെറുപ്പത്തിൽ മുതലേ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നതിൻ്റെയാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു കല്യാണമായിരുന്നു. ഈ കല്യാണത്തിൻ്റെ അവരുടെ നിക്കാഹിൻ്റെ ചടങ്ങുകളാണ് ഞങ്ങളിപ്പം കാണുന്നത്. പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല അടിപൊളി ഒരു വൈബായിരുന്നു ഈ ഒരു കല്യാണത്തിന്. വന്നവരൊക്കെ ഫുഡൊക്കെ കഴിച്ചു, എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് തിരിച്ചു പോയത്. കല്യാണത്തിൽ ഞങ്ങളുടെ റിലേറ്റീവ്സും നൈബേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ബിബി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ മാക്സിമം കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ ഒരു 2-3 ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അവനെക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അവൻ എല്ലാ സമയത്തും നല്ല ഹാപ്പിയായി നിന്നിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അവൻ ഉറങ്ങുന്ന സമയത്താണെങ്കിലും കരച്ചിലും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. കല്യാണം ഞങ്ങൾക്ക് എന്തായാലും പൊന്നൂനെ മിസ് ചെയ്യുന്ന സങ്കടമുണ്ടോ? പൊന്നൂനെ മിസ് ചെയ്യുന്ന സങ്കടമുണ്ടോ? സങ്കടമുണ്ട്. കരയാറുണ്ടോ? ആലോചിച്ചിട്ട് കരയാറുണ്ടോ? പൊന്നൂനെ മിസ് ചെയ്യുന്നതിന് ഇവിടെ ആർക്കെങ്കിലും സങ്കടം ഉണ്ടോ? ഉണ്ടോ? പൊട്ടിക്കറിയോ പോകുമ്പോ? ചേച്ചി കറിയോ? പൊട്ടിക്കറിയോ? ഇപ്പൊ എന്താ ആമീന്റെ അഭിപ്രായം? അഭിപ്രായം ഉണ്ടോ? പറഞ്ഞോ. പൊന്നുത്താത്ത പോകുന്നതിൽ എനിക്ക് സങ്കടം ഉണ്ടോ? ഉണ്ടോ? നീ കറിയോ? ഇല്ലേ? കുറച്ച് ചേച്ചി നിങ്ങൾക്ക് എന്താ പറയണ്ടോ? 2 വാക്ക് പറ. അച്ഛോ, എന്താ എന്റെ അഭിപ്രായം? പൊന്നുത്താത്തി സങ്കടം ഉണ്ടോന്നല്ലോ നമുക്ക് പോകും പറയല്ലേ. കൂട്ടക്കരച്ചില് വേണ്ടോ? എന്താ പറയണ്ടോ? വാക്കുകളില്ല. ശരി. ചിഞ്ചോ, പൊന്നു പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ടോ? ഉണ്ടോ? ഇല്ല, സന്തോഷമല്ലോ. നമ്മുടെ വെഡിങ്ങിൻ്റെ 2nd ഡേ ആണ്. അതായത് ചെക്കൻ്റെ വീട്ടിലോട്ട് സൽക്കാരത്തിനായിട്ട് ക്ഷണിച്ച ദിവസമാണ്. അപ്പം വീട്ടിൽ വെച്ചല്ലായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്, ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല ടേസ്റ്റുള്ള വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹാളിൽ കൂടെ നമ്മൾ കുറേ കറങ്ങി നടന്നു. ലിയോ ആണെങ്കിൽ ഈ ലൈറ്റും അതെല്ലാം കണ്ട് നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ആ സൗണ്ടും ലൈറ്റൊക്കെ കണ്ട് അവനിങ്ങനെ ചുറ്റും നോക്കിയിരിക്കുകയായിരുന്നു. തട്ടവും വിട്ട്
ഒരു അടിപൊളി ഒരു എൻട്രി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കസിൻസൊക്കെ ആയിട്ട് ഹിന്ദിപ്പാട്ടൊക്കെ പാടി ഒരു അടിപൊളി ഒരു എൻട്രിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബൈ.